രാവിലെ കുറച്ച് പരിപാടി കേട്ടോ. അപ്പോൾ കുറച്ച് നേരെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയുന്നവരും കാണും. ഇതല്ല, ഇത് ചീനിക്കിഴങ്ങ കേട്ടോ. ഇതേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമേ ഒരു 4-5 മൂട് നട്ടിട്ടില്ലായിരുന്നോ? അപ്പം അതിൻ്റെ എടുത്തിട്ട് നമ്മൾ വിത്താക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. എല്ലാം കിളുത്തിരിക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ ഇനി അങ്ങ് നട്ടാൽ മതി. ഇത്രയും നീളണ്ട, അതിന് മുന്നേ നടായിരുന്നു ഇതുപോലെയൊക്കെ ഉള്ളപ്പോൾ. കണ്ടോ, ഇത് നടന്ന ചെറിയൊരു വീഡിയോയാണ്. അപ്പോഴേ ഞാൻ കൂടൊക്കെ കുത്തി വിട്ടു കേട്ടോ. കൂടൊക്കെ കുത്ത എല്ലാവർക്കും അറിയുന്നതല്ലേ, എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാങ്ങില്ലോ. അപ്പോൾ ഇങ്ങനെ ചെറിയ കൂടം മതിയേ, കപ്പക്കൂടം പോലത്തെ. എൻ്റെ ഒരു ചെറിയ കുഴി എടുത്ത് വെക്കുക. എല്ലാത്തിനും അങ്ങനെ ഒരു കുഴിയാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആട്ടുംകാഷ്ടോ ചാണകപ്പൊടി എന്താ നിങ്ങൾക്കുള്ള അതിട്ട് കൊടുക്കാം. ഞാൻ ആട്ടുംകാഷ്ടമാണ് ഇടുന്നത്. എൻ്റെ മൂട്ടി കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പം നമുക്ക് എല്ലാത്തിനെയും നടാം. ഇത് ഈ മുള വരുന്നത് നടുഭാഗത്തായിട്ട് വരണം കേട്ടോ. ഈ വേര് വരുന്നിടത്തു നിന്നുള്ള കിഴങ്ങുണ്ടാവുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത്ര അടുപ്പിച്ച് നട്ടത് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ ഒരു കമ്പ് വെച്ച് കൊടുക്കുവാണെങ്കിൽ, അതായത് 4 എണ്ണത്തിൻ്റെ നടുക്ക് ഒരു തൂണ് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി അതിലോട്ട് നമുക്ക് വള്ളി കയറ്റി വിടാം. അപ്പം എല്ലാ രീതിയിലാകുമ്പോൾ അധികം കമ്പ് നമുക്ക് കുത്തുകയും ചെയ്യണ്ട. ഇത് പിന്നെ കാച്ചിലോല ഒരുപാടങ്ങ് പോകുകയല്ല, ചെറിയ കമ്പ് കുത്തി കൊടുത്താൽ മതി. നനകിഴങ്ങ്, ചെറുകിഴങ്ങ്, പൂടക്കിഴങ്ങ് എന്നൊക്കെ പറയൂ കേട്ടോ ഇതിനെ. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. ആട്ടുംകാഷ്ടവും ഇട്ടു, മണ്ണിട്ട് മൂടി. നമുക്ക് അടുത്ത വർഷം കുറച്ച് പുഴുങ്ങാനുള്ള സെറ്റപ്പാക്കി. നമുക്ക് വിളവെടുക്കുന്ന വീഡിയോ ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും കേട്ടോ. പന്നി കൊണ്ടുപോകുകയല്ല, ഉറപ്പാ. ഇതുകൊണ്ട് ഇത്ര അടുത്ത വീട്, അതുകൊണ്ട് അവിടെ വരാൻ അങ്ങനെ ധൈര്യപ്പെടുവോ?